അണ്ണാ അവൻ മോളോട് സംസാരിക്കുന്നു. ആദ്യം ആരാ സംസാരിച്ചത്? മോളാ സംസാരിച്ചത്. എന്നാ കുഴപ്പമില്ല. ടീസി തന്നോ? അതെന്തിനാ? താൻ കാരണോ? ഞാൻ കാരണോ? അതേന്ന്, ഇന്നലെ അവന്മാരെ തല്ലിയില്ലേ, അതുകൊണ്ടാ. ഓ ഐ എം സോറി. എന്നാ പ്രിൻസിപ്പലിനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഒന്നും വേണ്ട, ഞാനിവിടെ പഠിച്ചാ പോരെ. അതെങ്ങനെ? ടീസി തന്നു കഴിഞ്ഞല്ലോ. രാത്രിയിൽ എനിക്ക് ചാത്തൻ സേവയുണ്ട്. ജീസസ്, എന്റെ കോളേജ് സീറ്റിന് വേണ്ടി ഞാൻ നിന്നെ കരുവാക്കാൻ പോകുന്നത്. ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കണേ. ദേവസ്യ, എഴുന്നേൽക്ക് ദേവസ്യ. ആരാധ? Jesus! Oh my God! What a surprise, my Jesus! How are you, Devasya? I am extremely happy, Jesus. I am not at all happy, Devasya. Why, Jesus? What happened? നിന്നെ ഞാൻ ഈ നിലയിലാക്കിയത് എന്റെ നാമത്തിൽ ആർക്കെങ്കിലും ഒക്കെ സഹായം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഞാൻ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ജീസസ്. എന്നിട്ടാണോ ഇന്ന് കോളേജിൽ ബണ്ണി എന്നൊരു കുഞ്ഞാടിന് നീ ടി സി കൊടുത്തോട്ടത്? അവനൊരു വലിയ റൗഡിയാ, അങ്ങേക്ക് അറിയില്ലേ ജീസസ്? അപ്പൊ നീയോ? ചുമ്മാതല്ലേ ജീസസ്, എന്റെ പേഴ്സണാലിറ്റി ഉണ്ട്, പിള്ളേരാരും പേടിക്കാത്തതുകൊണ്ട് റൗഡി എന്നൊരു ബിൽഡപ്പും കൊണ്ടങ്ങ് നടക്കുന്നതല്ലേ ഞാൻ. ജീസസിന് അറിയില്ലേ എന്റെ ദൗർബല്യങ്ങളൊക്കെ? അത് കറക്റ്റാ. നിന്റെ ഈ പേഴ്സണാലിറ്റിക്ക് അങ്ങനെ ഒരു ബിൽഡപ്പ് ആവശ്യമാണ്. എന്നാ ബണ്ണി നിന്നെ പോലെയല്ല, നല്ല ധൈര്യമുള്ളവന്, മറ്റുള്ളവർക്ക് ഉപകാരിയുമാണവൻ. ഫോർ എക്സാമ്പിൾ, അവൻ കാരണമല്ലേ നിനക്ക് നിന്റെ ദർശന ഭാഗ്യം കിട്ടിയത്? യെസ് ജീസസ്, യു ആർ റൈറ്റ്. ബണ്ണി ഗ്രേറ്റ്. അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അവനെ വല്ലതും പറഞ്ഞാൽ എന്നെ പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അവനെ നിന്റെ സംരക്ഷണയിൽ നിർത്തിക്കൊള്ളൂ ദേവസ്യ. തീർച്ചയായും ജീസസ്, നാളെ ഞാൻ തന്നെ പോയി ബണ്ണിയെ കോളേജിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നോളാം. അത് തന്നെയാണ് വേണ്ടത്. എന്നാൽ ഞാൻ വിടകൊള്ളട്ടെ. ഇനി എപ്പോഴാണ് അങ്ങ് വരുന്നത്? ഇനി വരണമെങ്കിൽ ഇപ്പൊ പോകാതെ പറ്റുമോ? അതെയോ? നീ പ്രാർത്ഥിച്ചോളൂ ദേവസ്യ. അങ്ങനെ ആകട്ടെ ജീസസ്. മായായി പോയോ ജീസസ്? ഞാൻ വാങ്ങുന്ന സോപ്പ്, ഞാൻ വാങ്ങുന്ന പൗഡർ, ഇതെല്ലാം അടിച്ചു മാറ്റി. വേണു, എങ്ങനെയെങ്കിലും ആ ബണ്ണിയെ കോളേജിലേക്ക് തിരിച്ചുകൊണ്ട് വരണം. അതെനിക്ക് വിട് സാർ, ഞാൻ മാനേജ് ചെയ്തോളാം. ആ എടാ ബണ്ണിയെ. ഏതവനാടാ? മോനെ ബണ്ണി, ഗുഡ് മോർണിംഗ്. താൻ ആരാടോ? കണ്ടിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പാളിനെ പോലെ ഉണ്ടല്ലോ. സാരമില്ല, പോലെ അല്ല ബണ്ണി, ഞാൻ തന്നെയാ നിങ്ങളുടെ പ്രിൻസിപ്പൽ. ഒന്ന് പോടോ, താൻ ഞങ്ങളുടെ പ്രിൻസിപ്പാളൊന്നുമല്ല. അയാളുടെ ഒരു മാതിരി ചളങ്ങിയ മോന്തേ. ആ ചളിങ്ങിയ മോന്ത ഇത് തന്നെ, നീ ശരിക്കൊന്ന് നോക്ക്. എനിക്കങ്ങനെ തോന്നില്ലല്ലോ സാർ. ഇനി ഒരു വഴിയേ ഉള്ളൂ, ഒന്നുകൂടി ഷട്ടൂര് നിങ്ങൾക്ക് വിട്ടുകിട്ടിയ പാട് കാണിച്ച് അവനെ പ്രൂവ് ചെയ്യിക്കേ. അത് നടക്കില്ലടോ. അതെന്താ? ഷർട്ട് ഊരണമെങ്കിൽ ഈ വള്ളി ഊരിയെങ്കിലേ പറ്റൂ. വള്ളി ഊരിയാൽ ആദ്യം പാന്റ് താഴെ പോവും. എങ്ങനെയാലും ഞാൻ ആ പ്രിൻസിപ്പാളൊന്ന് പ്രൂവ് ചെയ്യടാ. ഓക്കെ ബണ്ണി, നോക്ക് ബണ്ണി, നല്ലോണം നോക്ക്. മത്തങ്ങ ഉണങ്ങി പോലുള്ള ഈ മുഖം നോക്ക്, മാങ്ങാ ചപ്പി പോലുള്ള ഈ തലമുടി നോക്ക്, ഗർഭിണികളെ പോലുള്ള ഈ വയറ് നോക്ക്, PVC പൈപ്പ് പോലുള്ള ഈ പാന്റ് നോക്ക്. ബണ്ണി, ഇതെല്ലാം നമ്മുടെ പ്രിൻസിപ്പൽ അല്ലാതെ വേറെ ആർക്കുണ്ടെന്ന് ആലോചിച്ച് നോക്ക് ബണ്ണി. ഇയാള് പ്രിൻസിപ്പൾ ആണെങ്കിൽ എനിക്കെന്താ? എനിക്ക് ടി സി ഒന്നും വിട്ടല്ലേ, അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോന്നോ? അത് നീ അല്ല തീരുമാനിക്കേണ്ടത്. എന്താ നിങ്ങൾ ഗുണ്ടായസം കളിക്കാൻ പോവാ? രാത്രി ജീസസിനോട് പ്രാർത്ഥിച്ചപ്പോഴാ നിന്നെ കുറിച്ച് ശരിക്കും ആലോചിച്ചത്. നിന്നെപ്പോലൊരു ബ്രില്യന്റ് സ്റ്റുഡന്റ് ഇവിടുന്ന് പോകരുത്. വാമനെ, നമുക്ക് കോളേജിലേക്ക് പോവാം. സാർ, ഇന്നലെ വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് സമയം തന്നാ നിങ്ങൾ കേട്ടില്ലല്ലോ. ഇപ്പൊ വന്ന് എന്റെ കാല് പിടിച്ച ഞാൻ വരുമെന്ന് വിചാരിച്ചോ? ഞാൻ വരില്ല. 5 മണി കഴിഞ്ഞപ്പോ നീ എന്താ പ്രധാനമന്ത്രിയോട് സമയം തന്നു അങ്ങനെ ക്ലാപ്പരാന്ന് എന്തുവാന്ന് കരുതിയോ? ബാസാറെ, നമുക്ക് തിരിച്ചു പോവാം. എടാ മോനെ, ഞാൻ നിന്റെ കാല് പിടിക്കാം, ഒന്നും ഉണ്ടായി. നിങ്ങൾ എന്റെ കാല് പിടിച്ചാൽ ശരി, ഇവനോട് ഇങ്ങനെ കെഞ്ചുന്ന എന്തിനാണ് സാർ? ഇവൻ വെറും മൂക്കളെ ഒലിപ്പിക്കുന്ന കൊച്ചു പയ്യൻ. ബണ്ണി, നീ ആരാണെന്ന് എനിക്കേ അറിയൂ. നീ കോളേജിലേക്ക് വന്നില്ലെങ്കിൽ ഞാനും ഇനി അങ്ങോട്ട് പോകില്ല മോനെ. രാത്രിയില് വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായി. എന്താണെന്ന് അങ്ങോട്ട് പറഞ്ഞുകൂട്. അതൊരു ദൈവ രഹസ്യ, ആരോടും പറഞ്ഞുകൂടാ. ദയവ് ചെയ്ത് നീ എന്റെ കൂടെ കോളേജിലേക്ക് വാ മോനെ, പ്ലീസ്. ഓക്കെ, നിങ്ങൾ ഇത്ര അപേക്ഷിക്കുന്നോണ്ട് ഞാൻ വേണമെങ്കിൽ വരാം. പക്ഷെ എന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ ഞാൻ എന്റെ ടി സി വാങ്ങിച്ച് അപ്പോഴെങ്കിൽ സ്ഥലം വിടും. അത് സമ്മതമാണോ? അങ്ങനൊന്നും ഉണ്ടാവില്ലെന്നേ. മഹാലക്ഷ്മി മാഡം, ഇതെന്താ ഇയാൾക്ക് ടി സി തന്നെന്ന് പറഞ്ഞിട്ട് പിന്നെയും കോളേജില്? വാ നടക്ക്. ഞാൻ പറഞ്ഞില്ലേ രാത്രി എനിക്ക് ചാത്തൻ സേവയുണ്ടെന്ന്. അണ്ണാ അവൻ പിന്നെ മോളോട് സംസാരിക്കുന്നു. ഇത്തവണ മുമ്പേ അവൻ തന്നെയാണോ സംസാരിച്ചത്? അത് കഴിഞ്ഞ് മോള് സംസാരിച്ചോ? സംസാരിച്ച്. എന്നാ കുഴപ്പമില്ല. ബെറീലിയം കമ്പൈൻ. എന്താ? അത് ഞാൻ പിന്നെ പറയാം. സോറി മാം. ചിരിക്കാതെ കാര്യം പറയണം. മഹാലക്ഷ്മി, നീ വീഴ്ത്തോന്ന് പറഞ്ഞില്ലേ? എങ്ങനെ വീഴ്ത്തുന്ന? അവളെ നിനക്ക് വിളിക്കിട്ടില്ല. അവളുടെ വീട്ടിൽ നിനക്ക് പോകാൻ പറ്റില്ല. ക്ലാസ് റൂമിലാണെങ്കിൽ ഒന്നും നടക്കില്ല. പിന്നെ അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യും? നിങ്ങളെല്ലാവരും വെളിയിൽ പറഞ്ഞു വിട്ടാ ഞങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് സംസാരിക്കാമല്ലോ. എങ്ങനെ?
കാണുന്ന പോലൊന്നും അല്ല അളിയാ, നീ ആള് കില്ലാടിയാ. നിനക്ക് എപ്പോഴാ മനസ്സിലായത്? കാണാൻ പോകുന്നേ ഉള്ളൂ. ഷോർട്ട് ടൈം ആയി, നീ ചെല്ല്. എന്താടോ ക്ലാസ്സിൽ താൻ മാത്രമേ ഉള്ളോ? സാറ് ക്ലാസ് എടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞാനും ഇറങ്ങി വെളിയിൽ പോകും. അത് വേണ്ട, ഞാൻ തന്നെ പോയേക്കാം. ബണ്ണി, ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയി? അവര് സിനിമയ്ക്ക് പോയി. അതെന്താ? ഇന്നെന്റെ ബർത്ത്ഡേയാ, ഞാൻ ട്രീറ്റ് ചെയ്തതാ. ഓ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പിന്നെ ബണ്ണി എന്താ പോവാത്തെ? താൻ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും എന്ന് ഓർത്തിട്ടാ. ഇറ്റ്സ് ഓക്കെ, ബണ്ണി പൊയ്ക്കോ. അതായത് ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്നല്ലേ? അവിടെ ചെന്ന് കഴിയുമ്പോ അവരെല്ലാം ഉണ്ടാവില്ലേ? ഞാനും കൂടി പോയി കഴിഞ്ഞാൽ അത്രയും നേരം താനോട് ഒറ്റയ്ക്കായി പോവില്ലേ? ഇതിന്റെ അർത്ഥം ഞാനും കൂടി വരണമെന്നല്ലേ? നോക്ക്, എനിക്കിതൊന്നും തീരെ ഇഷ്ടമല്ല. എന്തിനാ നോക്കുന്നത്? ഞാൻ വരില്ല. എന്തിനാ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്നത്? ബണ്ണി, ആ റൗഡികൾ അവിടെ നിൽക്കുമ്പോ നമ്മൾ എങ്ങനെയാ പോവാ? എന്താ മോനെ ബണ്ണി? സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ടി സി ഒഴിച്ച് എന്ത് വേണേലും ചോദിച്ചോ. ഇത് കോളേജ് ഓതോ റൗഡികളുടെ ക്യാമ്പോ? ഞാൻ റൗഡീസ് നിർത്തിയിട്ട് 25 വർഷമായില്ലേ. അവൻ പറഞ്ഞ യഥാർത്ഥ റൗഡികളെ കുറിച്ചാ. ഇവിടെ ഞാനല്ലാതെ വേറെ റൗഡികൾ ആരാടാ? ആരാ അത്? ദേ അവിടെ. ഓ അവരാണോ? അവര് മഹാലക്ഷ്മിയുടെ സെക്യൂരിറ്റി അല്ലേ? എന്നാ ഞാനും ആരെങ്കിലും സെക്യൂരിറ്റി കൊണ്ടിട്ടെ. നിനക്ക് എന്തിനാ സെക്യൂരിറ്റി? മഹാലക്ഷ്മി സോമരാജിന്റെ മകളാ. എന്റെ അച്ഛൻ അതിലും വലിയ ആളായിരുന്നു. ഞാൻ നാളെ 100 സെക്യൂരിറ്റിയെ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ടി സി കൊടുത്ത് പറഞ്ഞു വിട്ടാരേ സാർ. നിന്റെ ആരെ ചോദിച്ചേ? നോക്ക് മോനെ. സർ, അവരുള്ളതുകൊണ്ട് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല സർ. ഏത് കാര്യത്തിലാ? ഞാൻ പഠിക്കുന്ന കാര്യമാ പറഞ്ഞത്. നീയും പഠിക്കാൻ തുടങ്ങിയോ? ഞാനും പഠിക്കാൻ തുടങ്ങിയോന്നോ? അപ്പൊ 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 സാറിനെ കളിയാക്കിയതാ? നോനോ, നിനക്ക് അങ്ങനെ തോന്നിയതാ അല്ലേടാ? അങ്ങനെ തന്നെ എനിക്കും തോന്നിയത്. അപ്പൊ അങ്ങനൊന്നും അല്ലേ സാർ ഉദ്ദേശിച്ചത്? നീ കൂടുതലൊന്നും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ഉദ്ദേശിച്ചോ, പക്ഷെ അവരിവിടെ ഉണ്ടാവാൻ പാടില്ല. ശരി. ഹലോ, അകത്തേക്ക് വരൂ. എന്തിനാ? അല്ല, ഇവിടെ നല്ല ചൂടാണല്ലോ, അകത്ത് വന്നിരിക്കാം. അതൊന്നും സാരമില്ല, ഇവിടെ ഇരുന്നോളാം. അയിനോ, എനിക്കറിയാം റൗഡികൾ എവിടെ ഇരിക്കണമെന്നുള്ള അവരുടെ ഇഷ്ടമാ. പക്ഷെ അവൻ ടി സി ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എന്ത് ടി സി? ടി സി അല്ല, AC. വന്നിരിക്കാമെന്നാ ഞാൻ പറഞ്ഞത്. എ സിയോ? എവിടെ ഉണ്ട്? എന്റെ റൂമിലുണ്ട്. വരൂ പ്ലീസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ പ്ലീസ്. ഞങ്ങൾ അവിടെ ഇരുന്നാൽ സാർ ഇവിടെ ഇരിക്കും. നിങ്ങൾ അനുവദിച്ചാൽ അവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഇരുന്നോളാം. ഇത്രയും പോരെ? AC-യിൽ ഇരുന്ന് കളിക്കാണോ? നമുക്ക് പോയാലോ? വരൂ. സോറി സാർ. ആഹാ, നല്ല തണുപ്പുണ്ടല്ലോ. AC അല്ലേ, തണുക്കാതിരിക്കുമോ? എന്നാൽ എനിക്ക് എന്താണെന്നറിയില്ല, നല്ല ചൂട്. ബണ്ണി, നമുക്ക് എന്റെ കാറിൽ പോവാം. ഏയ്, കാറിൽ പോയിട്ട് എന്ത് കാര്യം? ബൈക്കിൽ പോകുന്നല്ലേ ഒരു ത്രില്ല്. ആരെങ്കിലും കണ്ടാലോ? തനിക്ക് ആ പ്രശ്നമല്ലേ ഉള്ളൂ. ഡോണ്ട് വറി. തലകുനിക്ക്. അണ്ണാ, അവൻ മോളെ അടിച്ചിട്ട് പോകുന്ന. മോളെ ഇങ്ങോട്ട് പോകുന്നുണ്ടോ? അത് തുറക്കാൻ പറ്റത്തില്ല, പുറത്തൊന്ന് കുറ്റിയിട്ടിരിക്കുവാ. ഇയാൾ മനഃപൂർവ്വം നമ്മൾ ഇതിനകത്ത് കയറ്റി അടച്ചതാ. എടോ, ഇതിനാണല്ലേ ഞങ്ങളെ AC ഗീസി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? എനിക്കൊന്നും അറിയില്ല സാർ. കള്ളം പറയുന്നത് എന്തിനാ സാർ? അവൻ പറഞ്ഞതിന്റെ പേരിലല്ലേ സാർ വരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? നോ പറയരുതല്ലേ സാർ. അവനോട് സംസാരിച്ചു പറയുന്നേ മാത്രമേ സത്യമുള്ളൂ സാർ. എന്നാൽ അവൻ പുറത്തൊന്ന് കുറ്റിയിട്ടുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാർ. കർത്താവാണ് മദർ പ്രോമൈസ്. ബിലീവ് മീ സാർ. ഈ കാര്യം അണ്ണൻ അറിയുകയാണെങ്കിൽ തന്റെ തല ഉണ്ടാവില്ല, കള്ള നാറി. തേറി പറയല്ലേ സാർ. ഏയ്, ടെൻഷൻ ആക്കാതെ. വണ്ടിയിൽ അവനാണോ മോളാണോ ആദ്യം കയറിയത്? ആര് കയറിയാലെന്താ? കുഴപ്പമില്ലല്ലോ. AC കൂട്ടിയിട്. ബണ്ണി, എന്റെ ഡാഡി. അങ്ങോട്ട് നോക്കണ്ട, കാണാത്ത പോലെ ഇരുന്നോ. ഹലോ അണ്ണാ. എടാ, മോള് കോളേജിൽ തന്നെ ഉണ്ടല്ലോ. ഹലോ 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 എടാ, റേഞ്ച് ഉള്ളിടത്തേക്ക് മാറി നിൽക്ക്. ഹലോ 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 അണ്ണാ, ഈ കോളേജിൽ എങ്ങ് റേഞ്ച് കിട്ടുന്നില്ല. സാർ, ആ ജനലടുത്ത് നിന്നാ നല്ല റേഞ്ച് കിട്ടും. നീ മിണ്ടരുത്.
നീ മിണ്ടിപ്പോകരുത്. ഞങ്ങൾ ഇവിടെ മര്യാദയ്ക്ക് കളിച്ചോണ്ടിരുന്നപ്പോ AC ഇട്ട് തണുപ്പിക്കാന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. നിന്റെ ഈ അവിഞ്ഞ മുഖത്ത് ഞാനോ മര്യാദക്ക് സംസാരിക്കുക. ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ? ഇദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താണെന്ന് അറിയാമോ? പണ്ട് ഈ നാട് ഉറപ്പിച്ചിരുന്ന വലിയ റൗഡിയാ അറിയാമോ? നമ്മൾ റിട്ടയർഡ് റൗഡീസ്. അവർ ഇപ്പോഴത്തെ ദാദാസ്. നമ്മളെ ഒതുങ്ങേണ്ടത്. അതെന്തിനാ സാർ? നിനക്ക് സോഡ പൈറ്റ് അറിയാമോടാ? ഒന്ന് കാണിച്ചു കൊടുക്കുക. വേണ്ട, കാണിച്ചു കൊടുക്കുക. എന്നെ കൊണ്ട് കാണിച്ചു കൊടുക്കുക സാർ. അമ്മോ. പന്നം. അണ്ണാ വേണ്ട അണ്ണൻ. എന്റെ അമ്മോ, ഞാൻ ആ മഹാലക്ഷ്മിയുടെ ക്ലാസ് എവിടെയാ? മുകളിൽ B സെക്ഷൻ. ഓ മോളിലാണല്ലേ? പറയടോ, നീ ചെന്ന് പറ. നിങ്ങളുടെ മോൾ ഏതോ ഒരുത്തന്റെ കൂടെ ബൈക്കിൽ കയറി പോയെന്ന് ചെന്ന് പറ. കൂതറ പ്രിൻസിപ്പാളെ, അലവലാതെ ചേറ്റെ. ചക്കരേ, തുറന്നടാ, നിക്കണോടെ, നിക്കാൻ. ദാ, എവിടെ പോയിരിക്കായിരുന്നു? മൂത്രമൊഴിക്കാൻ വേണ്ട. ഒരു വീക്കെൻഡ് ഫോൺ ചെയ്തിട്ട് എടുക്കാത്തോ? മൂത്രപ്പരയിൽ റേഞ്ച് ഇല്ലെണ്ണ. ആ. മോള് ഉണ്ട്. ഇനി മൂത്രം ഒഴിക്കണ്ട. ഞാൻ ആകെ ടെൻഷനായി. അണ്ണാ അണ്ണൻ അങ്ങനെയൊക്കെ പറയും. എനിക്ക് മുട്ടിയാ ഞാൻ പോവും. മഹാലക്ഷ്മിയെ നോക്കിയതിനൊരുത്തന്റെ കണ്ണു പൊട്ടിച്ചതാ. ഇപ്പോഴത്തേക്ക് നിന്നെ വെറുതെ വിടുന്നു. നിനക്ക് ജീവിതം ഒരുപാട് ബാക്കിയുണ്ട്. പൊയ്ക്കോ. അല്ലേട്ടാ, മഹാലക്ഷ്മി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോ നീ ആരാടാ അവിടെ ഐസ്ക്രീം തെറ്റിക്കാൻ? ക്ഷമിക്കണം ചേട്ടാ, ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ചേട്ടനാണ് സത്യം. എന്താടാ അണ്ണൻ ചാവാനാണോ? അയ്യോ അല്ലേട്ടാ. ഓയ്! ആവർത്തിച്ചാൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പിച്ചക്കാര്. അമ്മോ മോശം. അവർ കൂടി മോശമായത്. ദേവസ്യ സാർ, ദേവസ്യ സാർ, സാറ് കരയാണോ സാർ? വെറും കരച്ചിലല്ല ബണ്ണി. രോദനം, മനോവേദന, ആർത്തനാദം. എന്തൊരു തെറിയാവന്മാരെ വിളിച്ചത്. അവർക്കത് വിളിക്കാൻ എങ്ങനെ തോന്നി? അതെ ബണ്ണി, അവർ വിളിച്ച തെറിക്ക് മനുഷ്യരാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ എപ്പോഴേ തൂങ്ങിച്ചത്തേനെ. ഒരു പ്രിൻസിപ്പലായിട്ട് പോലും ജീവിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതൊരു പിയുണ്ണയാണെ പോലെ തലതല്ലിച്ചത്തേനെ. സത്യമാ ബണ്ണി? സാർ, ഈ പ്രശ്നമല്ല ഞാൻ കാരണമല്ല ഉണ്ടായത്. എനിക്ക് TC തന്നേക്ക് സാർ. ഡോ, കുറച്ച് വെള്ളം കോരി ഒഴിക്ക്. തന്നെ ഊരി വെള്ളം ഒഴിക്കണോ? തന്റെ അച്ഛന് തന്നെ തീരെ വിശ്വാസമില്ല അല്ലേ? അങ്ങനെയല്ല, സ്നേഹക്കൂടുതലാ. എനിക്ക് എന്തോ ഇത് സ്നേഹമായിട്ടല്ല തോന്നുന്നത്. അച്ഛന് തന്നെ സംശയം. വാട്ട്? അതേ മഹി, സ്നേഹത്തിൽ വിശ്വാസം വേണ്ടത്, അല്ലാതെ സംശയം ആവരുത്. ഒരുപക്ഷെ തന്റെ അച്ഛന് തന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നെങ്കിൽ ട്രാഫിക്കിൽ കണ്ട് തന്നെയാണെന്ന് ഒരിക്കലും സംശയിക്കില്ലായിരുന്നു. ഇങ്ങനെ കോളേജിൽ എങ്ങനെ ചെക്ക് ചെയ്യാനും വരില്ലായിരുന്നു. വാട്ട് ആർ യു സേയിങ്? തന്നെ അച്ഛന് വിശ്വാസം ഇല്ലെന്ന്. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ റൗഡികളെയും കൂട്ടി വിടുമായിരുന്നു. ആലോചിക്കേ. അമ്മേ, അച്ഛൻ എന്നെ തീരെ വിശ്വാസമില്ലെന്ന് ചോദിക്കേ. എന്തിനാ മോളെ ഇങ്ങനെ വിശ്വാസമില്ലെന്ന് പറയുന്നത്? നീ എന്റെ ജീവനല്ലേ? എന്നാ ഇനി മുതൽ അവരാരും എന്റെ കൂടെ വരണ്ടെന്ന് പറ. അവര് വന്നാ ഞാൻ കോളേജിൽ പോവില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. നമ്മൾ വലിയ പണക്കാരല്ലേ. മോൾക്ക് സെക്യൂരിറ്റി തന്നില്ലെങ്കിൽ നമുക്കല്ലേ അതിന്റെ മോശം. നിനക്കെന്താ ഭ്രാന്താ? എന്ത് വിലയുള്ള സാധനങ്ങൾ ഈ എറിഞ്ഞു പൊട്ടിക്കുന്ന തല്ലുകൊള്ളും പറഞ്ഞേക്കാം. നീ മിണ്ടരുത്. അവൾക്ക് ദേഷ്യം വന്നാൽ ലക്ഷക്കണക്കിന് വിലയുള്ള സാധനങ്ങൾ ചിലപ്പോൾ പൊട്ടിച്ചെന്നിരിക്കും. അവൾ എന്റെ മോളാ, പൊട്ടിച്ചോട്ടെ. മോളെ മഹി, എന്റെ പൊന്നല്ലേ. ഇങ്ങനെ വീശി എറിഞ്ഞാ മോളുടെ കൈ വേദനിക്കുള്ളൂ അച്ഛന്റെ പേടി. അതുകൊണ്ടല്ലേ പറയുന്നത്. എന്റെ തങ്കമല്ലേ, അച്ഛന്റെ പുന്നാര മോളല്ലേ, വഴക്കിടല്ലേ. നാളെ മുതൽ ഒരുത്തനും കോളേജിൽ പോയിക്കരുത് കേട്ടല്ലോ. ഓക്കെ അല്ലേ? അല്ലേ മോളെ? അങ്ങനെ അണ്ണന്റെ ഒരു വലിയ ടെൻഷൻ തീർന്നു. എന്തിനാണ് ലെറ്റർ ഇങ്ങനെ ചവയ്ക്കുന്നത്? ശരിക്കും ചവയ്ക്കേണ്ടവനെ എനിക്ക് ഇതുവരെ കിട്ടിയില്ല. കിട്ടുമ്പോ അവനെ ചവച്ചരയ്ക്കും. ഞാൻ ചവച്ചരയ്ക്കും, ചവച്ചരയ്ക്കും, ചവച്ചു തുപ്പും. ഇല്ല ബണ്ണി. നന്ദു, ഇന്ന് മഹാലക്ഷ്മി എന്താ കോളേജിൽ വരാത്തെന്നറിയോ? അറിയില്ല. മഹാലക്ഷ്മിയുടെ കാര്യം വിട്ടേക്കടാ. അവളുടെ അച്ഛൻ അറിഞ്ഞ നിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ഏയ്, പ്രേമത്തിനേക്കാളും പവർന്നും പെട്രോളിനില്ലടാ.
നിന്റെ ഉപദേശമൊക്കെ മതി. ചെന്ന് മഹാലക്ഷ്മി എവിടെ നിന്ന് അന്വേഷിക്കാൻ നോക്ക്. എടാ ഞങ്ങൾ എത്ര അന്വേഷിച്ചിട്ടും മഹാലക്ഷ്മി വരാഞ്ഞതിനെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല. വേറെ വഴിയുണ്ടാ? അതെന്താ? സംസാരിക്കും സാറേ. ഫോൺ എടുക്കാതെ എങ്ങനെയാ സംസാരിക്കുന്നേ? ആരെങ്കിലും വന്ന് എടുക്കട്ടെ. ഹലോ, അമ്മേ, ഞാൻ ദേവസ്യ പ്രിൻസിപ്പാൾ. മോളെന്താന്ന് പറഞ്ഞേ? അവൾ എവിടെ പോയിരിക്ക? അവളെവിടെയോ പോയിരിക്കുക. എവിടേക്ക് പോയെന്ന് ചോദിക്കേ. അതൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താടാ? ചുമ്മാ ചോദിച്ചാரு സാർ. അമ്മേ, എവിടേക്ക് അമ്മേ മോള് പോയിരിക്കുന്നേ? സുധീർ എന്നൊരു പയ്യനെ കാണണമെന്നും പറഞ്ഞ അവള് പോയത്. സുധീർ എന്ന് പറഞ്ഞൊരു പയ്യനെ കാണാൻ അവള് പോയിരിക്കുന്നെന്ന്. നീ ഇനിയെങ്കിലും ഇവിടുന്ന് വെളിയിൽ പോയില്ലെങ്കിൽ ഞാൻ സ്വയം കത്തിപ്പോകും. പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സർ. വാട്ടർ. കണ്ടില്ലേ, നിന്നെ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ എന്റെ മോന്റെ കണ്ണ് അവർ പൊട്ടിച്ചത്. നീ ഇനി ഇവിടെ വന്നെന്നറിഞ്ഞാൽ അവന്റെ ജീവനായിരിക്കും എടുക്കുന്നത്. കളക്ടറാകാൻ വേണ്ടി പഠിച്ച എന്റെ മോനാ ഇതായിരിക്കുന്നത്. കണ്ടില്ലേ? ദയവ് ചെയ്ത് കുട്ടി ഇനി ഇവിടെ വരരുത്. അതല്ല അങ്കിൾ, എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് കൊടുക്കാൻ വേണ്ടി. അതൊന്നും വേണ്ട, മോളൊന്ന് പോ. മഹി, നീ എന്തിനാ കരയുന്നേ? നീ കാരണം സുധീറിന്റെ കണ്ണ് പോയെന്ന് ഓർത്തിട്ടാണോ? അവന് കണ്ണ് ഞാൻ കൊടുക്കും. എങ്ങനെ? ഡേ, ജയ് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫോൺ ചെയ്ത് ഡോക്ടർ നീരജനോട് ഒരാൾ നേത്രദാനം ചെയ്യാൻ വരുന്നുണ്ട്, ഓപ്പറേഷൻ റെഡിയായി നിന്നോളം പറ. അതാരാടാ ബണ്ണി? Listen to me, the man, the bunny, is he? Don't play naughty, see what I mean? The power he has is forever. Bunny, he's the macho man. Bunny, don't play the thing you can. Bunny, he's got the style of the future. Bunny, the attitude is high. Bunny, Bunny. ആരാടാ നീ എന്തിനാണ് തല്ലുന്നത്? നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നമാണോ ഉള്ളത്? എന്റെ അമ്മ, എടാ അത് തീയാണ്ട, പൊള്ളി പോടാ. Nobby, nobby, condemned, nobby. എടാ മോനെ, നീ ഞാനും തമ്മിൽ പരിചയമേയില്ല, ഒന്ന് കാര്യം പറഞ്ഞിട്ട് അടിച്ചോ. ഇത് ആശുപത്രിയാണല്ലേ? ഇതിലൊപ്പിടും. ഡോക്ടറാ? എന്തിനാ ഒപ്പിടുന്നേ? ഇടാലോ. സൂര്യ, അണ്ണാ എന്തു പറ്റിയടാ? എന്റെ കണ്ണ് മോഷ്ടിച്ചണ്ണാ. കണ്ണ് മോഷ്ടിക്കുന്ന എങ്ങനെടാ? ചായ കുടിക്കായിരുന്നണ്ണ, ഒരുത്തൻ വന്ന് എന്നെ അടിച്ചിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയി. അവൻ ആരാണെന്ന് അന്വേഷിച്ചോടാ? അന്വേഷിച്ചപ്പോ കറുത്ത ഒരുത്തനാന്നാ പറഞ്ഞത്. അതേണ്ട, അവൻ നല്ലോണം കറച്ചിട്ടാ. നാണല്ലോ.